ഇന്ന് നമുക്കൊരു വെറൈറ്റി പുട്ടുണ്ടാക്കാം. ഇത് ഏത്തയ്ക്കാപ്പൊടിയാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിന് ആവശ്യത്തിനായ ഉപ്പും തേങ്ങയും ഒഴിച്ച് പുട്ട് ഇട്ട് ഇതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് പുട്ടിന് നനയ്ക്കുന്ന പോലെ നനച്ചെടുക്കാം. ഇങ്ങനെ പുട്ടൊന്ന് നനയ്ക്കുന്ന പോലെ നനച്ചതിൻ്റെ കട്ടകളെല്ലാം വിടിയിച്ച് നല്ല സോഫ്റ്റാക്കി എടുക്കാം. ഇനി കട്ടകൾ വിടിയിക്കാൻ നമുക്ക് എളുപ്പത്തിന് വേണ്ടി മിക്സിയിലിട്ട് ഒന്ന് ലെഫ്റ്റിലേക്ക് ഒരു കറക്ക് ഇറക്കിയാലും മതി. അപ്പോൾ അത് വേഗം വിട്ട് കിട്ടും. എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അടിയിൽ ഇത്തിരി തേങ്ങ ഇട്ട് കൊടുക്കാം. പുട്ടുപൊടി നിറയ്ക്കാം. എന്നിട്ട് ഇടയ്ക്കൊക്കെ ഇത്തിരി തേങ്ങ ഇട്ട് കൊടുക്കാം. ചെറിയ കുട്ടികൾക്കൊക്കെ വെറുതെ വാഴയ്ക്കാപ്പൊടി കുറുക്കി കൊടുക്കുമ്പോൾ അവർ കഴിക്കില്ലെങ്കിൽ ഇങ്ങനെ പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് പഴം കൂട്ടി കുഴച്ച് കൊടുക്കുമ്പോൾ അവരത് കഴിക്കും. ഇനി ഈ പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇതിനകത്ത് പുട്ടിൻ്റെ പൊടി, അരിപ്പൊടിയോ റാഗിപ്പൊടിയോ ഓട്സോ എന്ത് വേണമെങ്കിലും മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാം. പുട്ടിനിപ്പം നന്നായിട്ട് ആവി വന്നു. നമുക്കത് എടുത്ത് കുത്തിയെടുക്കാം ഒരു പ്ലേറ്റിലേക്ക്. അങ്ങനെ നമ്മുടെ നല്ല ആവി പറക്കുന്ന ഏത്തയ്ക്കാപ്പുട്ട് റെഡി. നല്ല സോഫ്റ്റ് പുട്ടാണ്.